പ്രകമ്പനം പേര് സൂചിപ്പിക്കുന്നത് പോലെ തിയേറ്ററുകളിൽ ഗംഭീരമായ പ്രകമ്പനമുണ്ടാക്കുന്ന സിനിമ. രോമാഞ്ചം നൽകി കടന്നുപോയ രോമാഞ്ചം എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന സിറ്റുവേഷൻ. പോസിറ്റീവ് പറഞ്ഞു തുടങ്ങിയാൽ നവരസ ഫിലിംസിൻ്റെ ബാനറിലാണ് പടം ഇറങ്ങിയിരിക്കുന്നത്. നവരസയുടെ ലോഗോ കാണിക്കുന്നത് മുതൽ തുടങ്ങുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ആ സിനിമയുടെ ആദ്യാവസാനം വരെ കിഡിലൻ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത് പറയുകയാണെങ്കിൽ ആക്ടിങ്. ഗണപതി, അല്ലമീൻ, സാഗർ സൂര്യ എന്നിവർ ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ആരും വിട്ടുകൊടുക്കാതെ നന്നായിട്ട് മത്സരിച്ച് അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ സാഗർ സൂര്യ എല്ലാവരെക്കാളും ഒരു പടി മുന്നിലായി വരുന്നതായും കാണാം. കാരണം സ്ക്രിപ്റ്റിൽ അത്രമാത്രം സാഗർ സൂര്യയ്ക്ക് പെർഫോം ചെയ്യാനുണ്ട്. നായിക കഥാപാത്രമായി ശീതൾ ജോസഫാണ്. പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാനില്ലെങ്കിലും ഉള്ളത് വളരെ ഗംഭീരമായും ഒതുക്കത്തോടെയും വൃത്തിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനത്തോടടുക്കുമ്പോൾ വരുന്ന ഒരു കിടിലൻ ഫൈറ്റ് സീൻ, അവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ഗംഭീരമായ സോങ് ആണ്. ആ സോങ്ങും ഫൈറ്റും തമ്മിൽ ഭയങ്കരമായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ആർട്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ദൈവവിശ്വാസവും കമ്മ്യൂണിസവും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തറവാടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. കണ്ണൂരിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ പാർട്ടി ഗ്രാമങ്ങളിലെ സാധാരണ ജീവിതവും കോമഡി രൂപേണ വൃത്തിയായി അവതരിപ്പിക്കുന്നുണ്ട് പ്രകമ്പനം എന്ന സിനിമയിൽ. ചിലയിടങ്ങളിൽ കമ്മ്യൂണിസത്തെ കളിയാക്കിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ആ തമാശകൾ പ്രേക്ഷകർ ഗംഭീരമായി ആസ്വദിക്കുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എഴുത്ത് ശ്രീഹരി വടക്കൻ, സ്ക്രിപ്റ്റ് സംവിധായകൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മികച്ച മേക്കിംഗ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. മേക്കിങ്ങിൽ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമാണ്. അതുപോലെ ചെയ്തിരിക്കുന്ന ലൈറ്റപ്പുകളൊക്കെ ഈ ഒരു കഥയ്ക്ക് വേണ്ട മൂഡ് നല്ല രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആത്മാക്കളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള ദുർമന്ത്രവാദികളിൽ നിന്നും വ്യത്യസ്തമായി രാജേഷ് മാധവൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആ ഒരു റോള് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയാതിരിക്കാനും കഴിയില്ല. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് മല്ലിക സുകുമാരൻ്റെ പെയറായി അഭിനയിച്ച PP കുഞ്ഞികൃഷ്ണൻ. ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു കഥാപാത്രം ശരിക്കും ഒരു മിസ്മാച്ച് ആയിട്ട് തോന്നി. പിന്നെ ഈ സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പാർട്ടി ഗുണ്ടയായി വന്നു പോകുന്ന സനീഷ് ഗിന്നസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അയാളുടെ കൗണ്ടറുകൾ, മറ്റു കാര്യങ്ങൾ, പെർഫോമൻസ് ഒക്കെ കണ്ട് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാഭവൻ നവാസിൻ്റെ അവസാനത്തെ പടമാണ് പ്രകമ്പനം. സഖാവായും ഗണപതിയുടെ അച്ഛനായും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇതിൽ ഒരു രക്ഷയുമില്ല. ക്യാമറ ആൽബി ആൻ്റണി, എഡിറ്റിംഗ് സൂരജ് ES, സംവിധാനം വിജേഷ് പാണത്തൂർ. അപ്പോൾ എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രകമ്പനം. ഡോണ്ട് മിസ് ഇറ്റ്.